അങ്ങനെ മൂന്നാം ടി20 ജയിച്ച് ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിലായിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം ശരിക്കും ആവേശകരമായിരുന്നു. അവസാന നിമിഷം വരെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മാർക്കോ ജാൻസൺ അങ്ങനെയാണ് ഇന്ന് കളിച്ചത്. എങ്കിലും ഇന്ത്യ കളി തിരിച്ചു പിടിച്ചു. ഇന്ന് ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റ് ലഭിക്കാൻ കാരണം തിലക് വർമ്മയാണ്. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ടീം നാണം കെട്ടു. വിജയ പ്രതീക്ഷ കൊടുത്ത് ഇന്ത്യ ആ പ്രതീക്ഷ തിരിച്ചെടുത്തു. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇന്നത്തെ മാച്ച് എന്ത് വില കൊടുത്തും ഞങ്ങൾക്ക് ജയിക്കേണ്ടതുണ്ട്. ഇന്ന് തോറ്റാൽ ഞങ്ങൾക്ക് പരമ്പര കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്ലാനോട് കൂടിയാണ് ഇന്ന് കളത്തിലിറങ്ങിയത്. സഞ്ജു പെട്ടെന്ന് ഔട്ടായത് ഞങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. എങ്കിലും തിലക് വർമ്മ നന്നായി കളിച്ചു. അവൻ ഇന്ന് സെഞ്ചുറി അടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ്റെ ബാറ്റിംഗാണ് ഞങ്ങൾക്ക് കൂറ്റൻ ടാർഗറ്റ് സമ്മാനിച്ചത്. പക്ഷേ ഞങ്ങളുടെ വിജയത്തിന് പണിയായത് മാർക്കോ ജാൻസന്റെ ബാറ്റിംഗ് ആണ്. അവനിങ്ങനെ അവസാനം അടിച്ചു കളിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എങ്കിലും ഞങ്ങൾ അവസാനം നന്നായി ബൗൾ ചെയ്ത് കളി തിരിച്ചു പിടിച്ചു. ജയിച്ചതിൽ സന്തോഷമുണ്ട്. അടുത്ത ടി20യിലും ജയിച്ച് പരമ്പര ഞങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അടുത്ത ടി20 ജയിച്ചിരിക്കുകയാണ്. ഇനി നാലാമത്തെ ടി20 ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര കിട്ടും. പക്ഷേ ഇന്നത്തെ ടി20 ഒരു നെഞ്ചിടിപ്പോടെയാണ് എല്ലാവരും കണ്ടത്. മാർക്കോ ജാൻസനാണ് ഇന്ത്യക്ക് പണി തരാൻ നോക്കിയത്. എന്നാൽ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ജാൻസനെ പുറത്താക്കിയാണ് ഇന്ത്യ കളി വിജയിപ്പിച്ചത്. ഇന്ത്യക്ക് ക്ഷീണം ചെയ്തത് സെക്കൻഡ് ലാസ്റ്റ് ഓവറാണ്. ആ ഓവറിൽ അത്രയും റൺസ് കിട്ടുമെന്ന് ആരും കരുതിയില്ല. ക്ലാസിനെ പുറത്താക്കിയപ്പോൾ ഇന്ത്യ കളി ജയിക്കുമെന്ന് കരുതി. എന്നാൽ മാർക്കോ ജാൻസൺ വന്ന് പണിമുടക്കി. എങ്കിലും ഇന്ത്യ അവസാന ഓവറിൽ കളി തിരിച്ചു പിടിച്ചു. സഞ്ജു ഫോം ആകാത്തതാണ് എല്ലാവർക്കും വിഷമം. അടുത്ത മത്സരത്തിൽ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കട്ടെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.